കേന്ദ്ര സർക്കാരിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കമാണ് ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാറെന്ന് സിക്കി കേരള ചാർട്ടർ അംഗം രാജേഷ് നായർ. ഭാരതീയ ഉത്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത കൈവരിക്കാൻ ഈ നികുതി ഇളവുകൾ സഹായിക്കുമെന്നും വിലയിരുത്തൽ. അടുത്ത 7 വർഷത്തിനുള്ളിൽ ആഭ്യന്തര ഉൽപ്പാദന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തി യൂറോപ്യൻ കമ്പനികളുമായി തുല്യനിലയിൽ മത്സരിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് ഭാരതം എത്തുന്നത്. ഇതോടെ വിദേശ നിക്ഷേപം വർദ്ധിക്കാനും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കളമൊരുങ്ങുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ, when we say India, our segments, sectors, industries, അവർക്ക് ഒരു പുതിയ മാർക്കറ്റാണ് കിട്ടിയത്. മാർക്കറ്റ് ഓഫ് അറൌണ്ട് 450 മില്യൺ കൺസ്യൂമേഴ്സ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് യുഎസിന്റെ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ, ബിസിനസ് സിനാറിയോ, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഐ മസ്റ്റ് സേ the leadership did it well, pulled it well. This is the right time, and thanks to the foreign ministry too. കേരളത്തിലെ പ്രധാന മേഖലകളായ സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രനിർമ്മാണം, ഭക്ഷ്യസംസ്കരണം, സുഗന്ധവ്യഞ്ജനങ്ങൾ, റബ്ബർ, ആഭരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ എന്നിവയ്ക്കും ഈ കരാർ വൻ നേട്ടമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുകൊണ്ടൊരു ഗുണം കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു പുതിയ മാർക്കറ്റ് വരുമ്പോൾ തന്നെ കേരളത്തിന് ഇപ്പം തന്നെ MSME, SMEസിന് നല്ലൊരു ബൂം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ ഏറ്റവും കൂടുതലും അധികം കേരളത്തിനാണ് ഗുണം ചെയ്യാം. ജനം, കൊച്ചി.